കുറച്ച് ദിവസങ്ങളായിട്ട് ഷുക്കൂർ വരിക്കോടനും ഞാനും ഇസ്ലാമിലെ അടിമത്വവുമായി ബന്ധപ്പെട്ട ചില തർക്ക വിതർക്കങ്ങൾ നടക്കുന്നതിനിടയിൽ ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ ഭാഗമായി നടന്ന തുടർ ചർച്ചകളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഇസ്ലാമിലെ സ്ത്രീകളുടെ സ്ഥാനമാനങ്ങൾ, അല്ലെങ്കിൽ സ്ത്രീകളെ എങ്ങനെയാണ് ഇസ്ലാം ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ ഭർത്തൃബന്ധത്തിൽ എങ്ങനെയാണ് ഭാര്യയെ പരിഗണിക്കുന്നത്, എങ്ങനെയാണ് സ്ത്രീയെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഞാനൊരു അഭിപ്രായം പറയുകയും അതിൻ്റെ തെളിവുകൾ നമുക്ക് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ആവശ്യത്തിന് കിട്ടാനുണ്ട് എന്ന് പറയുകയൊക്കെ ചെയ്തപ്പോൾ ഫതുൽ മുൻ പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് ഷുക്കൂർ വരിക്കോടൻ അതിനോട് മറുപടി പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് ഫതുൽ മുയിനിൽ സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഭാഗം അദ്ദേഹം എടുത്തു വായിക്കുകയും ചില ഭാഗങ്ങളൊക്കെ അടർത്തി മാറ്റുകയും ചിലത് കണ്ടില്ല എന്ന് നടിക്കുകയൊക്കെ ചെയ്തിട്ട് അങ്ങനെ വായിച്ചു പോയി. എന്തായാലും ആ ഭാഗം അതിന് പ്രതികരണമായിക്കൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സാധൂകരിക്കുന്നതും അതിലപ്പുറവുമുള്ള കാര്യങ്ങൾ ഫതുൽ മുയിനിലുണ്ട് എന്ന് വളരെ കൃത്യമായിട്ട് ഫതുൽ മുയിൻ്റെ പേജുകളൊക്കെ സ്ക്രീനിൽ പൂർണ്ണമായി കാണിച്ചുകൊണ്ട് തന്നെ ഞാനത് വായിച്ച് കേൾപ്പിച്ചിരുന്നു. ചില ഭാഗങ്ങളൊന്നും നമുക്ക് ഫതുൽ മുയിനുള്ളത് വായിക്കാൻ കഴിയില്ല. അത്രയും മാരകമായ, സ്ത്രീവിരുദ്ധമായ, മനുഷ്യത്വഹീനമായ പല പദപ്രയോഗങ്ങളും ഏതെങ്കിലും നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വസ്തുവിനെ കൈകാര്യം ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ഒരു വളർത്തു മൃഗത്തിന് പരിപാലിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതി വെച്ച തരത്തിലൊക്കെയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ഭാര്യയുടെ സ്ഥാനം അഥവാ ഭാര്യയെ ഭർത്താവ് സംരക്ഷിക്കേണ്ടതും ചെലവിന് കൊടുക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ എച്ചിൽ കണക്കുകളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് ഫതുൽ മുയിനിൽ. അപ്പോൾ അതൊക്കെ വിശദമായി വായിക്കേണ്ടി വന്നു. അത് ഒരുപാട് ആളുകൾ കണ്ടു, കേട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കറങ്ങിത്തിരിഞ്ഞ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ, ഏറ്റവും നീചമായി സ്ത്രീവിരുദ്ധത പറയുന്ന, ഇസ്ലാമിലുള്ളതായിരിക്കാം, ഫിഖ്ഹിലുള്ളതായിരിക്കാം, പക്ഷേ ഏറ്റവും നീചമായി, നികൃഷ്ടമായി സ്ത്രീകളെ ഇസ്ലാമിക കാഴ്ചപ്പാടനുസരിച്ച് നോക്കിക്കാണുകയും സ്ത്രീ വിഷയങ്ങളിലുള്ള ഇസ്ലാമിൻ്റെ നിലപാട് പറയുകയും ചെയ്യുന്ന അബൂബക്കർ അൽ ഖാസിമി എന്ന് പറയുന്ന അറുവഷളൻ ഒരു പണ്ഡിതൻ്റെ പള്ളിക്കകത്ത് ഖുത്തുബയുടെ മുമ്പോ ശേഷമോ നടക്കുന്ന തറപ്രസംഗം എന്ന് സാധാരണഗതിയിൽ സുന്നികൾക്കിടയിലൊക്കെ ഒരു അഭിപ്രായമുണ്ട്. അതായത് ജുമാ ഖുത്തുബ എന്ന് പറയുന്നത് ഒരു ഇതിനകത്ത് കയറി നിന്നിട്ടുള്ളതാണ്. 2-3 സ്റ്റെപ്പൊക്കെ കയറി നിന്നിട്ട് ഒരു കയ്യിലൊരു വാളും പിടിച്ചിട്ടൊക്കെയുള്ള പരിപാടിയാണ്. അപ്പോൾ അതിന് മുൻപ് ബാങ്ക് കഴിഞ്ഞ് ഈ ഖുത്തുബയ്ക്ക് മുമ്പ് പണ്ട് കാലത്തൊക്കെ അതിൻ്റെ മുകളിൽ കയറാതെ നിലത്ത് നിന്ന് പ്രസംഗം ഉണ്ടായിരുന്നു. പിന്നെ അതിൽ അഭിപ്രായ വ്യത്യാസവും തർക്കവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചില പള്ളികളിൽ അത് നമസ്കാരത്തിനൊക്കെ ശേഷമുള്ള പ്രസംഗമായി മാറ്റി. അപ്പോൾ ഇത് രണ്ടായാലും ഇതിനെ ജുമുഅ ദിവസങ്ങളിൽ മിമ്പറിൽ കയറി നിന്നിട്ടല്ലാതെയുള്ള പ്രസംഗങ്ങളെ സുന്നികൾക്കിടയിൽ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു പേരാണ് തറപ്രസംഗം. എന്നാൽ ആ തറപ്രസംഗം എന്ന ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു തറപ്രസംഗം കേൾക്കാനിടയായി. അതിലും നിറഞ്ഞു നിൽക്കുന്നത് സ്ത്രീവിരുദ്ധതയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. ഇതൊക്കെ ഇസ്ലാമിൻ്റെ നിയമമാണെന്നും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് സ്ത്രീകളെക്കുറിച്ച് ഇങ്ങനെയാണ് എന്നും ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭർത്താവിനു വേണ്ടി ജീവിക്കേണ്ടവളാണെന്നും സ്ത്രീക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്നതിന് മുൻപ് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമേ സ്വന്തത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുകയും അത് പള്ളിയിലെ പുരുഷന്മാർ മാത്രം ഇരിക്കുന്ന ജുമുഅയ്ക്ക് മുമ്പിൽ അത് പ്രസംഗിച്ച് കേൾപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ആളുടെ സ്ത്രീവിരുദ്ധത എത്രയായിരിക്കും? അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ദൈവം പറയും എന്ന് വിചാരിക്കുകയും വിശ്വസിക്കുകയും അത് അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മുസ്ലിം പുരുഷന്മാരുടെയും മുസ്ലിം സ്ത്രീകളുടെയും മാനസികാവസ്ഥ എന്തായിരിക്കാം? നമുക്കതൊന്ന് കേൾക്കാം. ഭാര്യയുടെ ഏറ്റവും വലിയ കടമയാണ് ആദ്യം നിസ്കാരം കഴിഞ്ഞ ഉടനെ ആദ്യം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. ആദ്യം ഭർത്താവിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യേണ്ടത്. ഒരു പെണ്ണിനോട് നബിതങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ഉപദേശിച്ച ഉപദേശത്തിൽ പറഞ്ഞ വാക്കാണ്, ഒരു ഭാര്യയുടെ കടപ്പാട് എന്ന് പറഞ്ഞാൽ അത് അവൾ സല്ലത്ത് റബ്ബഹ, തന്റെ റബ്ബിന് വേണ്ടി അവൾ നമസ്കരിച്ചു. സുമ്മ തദ്ഉ ലിസൗജിഹാ സുമ്മ തദ്ഉ ലിനഫ്സിഹാ. അവൾ പിന്നെ ആദ്യം ചെയ്യേണ്ടത് അവളുടെ സ്വന്തം ഭർത്താവിന് വേണ്ടി ദുആ ചെയ്യണം. അവൾക്ക് വേണ്ടിയല്ല. ഭർത്താവിന് ദുആ ചെയ്തതിന് ശേഷമാണ് അവൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. ഇനി നോക്കൂ, ഒരു സ്ത്രീയെ ഇസ്ലാമിക വിവാഹ ജീവിതത്തിൽ ഭർത്താവിന് കീഴൊതുങ്ങി അനുസരണയുള്ളവളാണ് ഉത്തമയായ സ്ത്രീ എന്ന് എഴുതി വെച്ച ഖുർആൻ ഭർത്താവിനോട് അനുസരണക്കേട് കാണിക്കുമെന്ന് ആശങ്ക തോന്നിയാൽ ഉപദേശിക്കാനും കിടപ്പറയിൽ നിന്ന് മാറ്റി നിർത്താനും ആവശ്യമെങ്കിൽ അടിക്കാനും കൽപ്പിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പുരുഷൻ അതിനുള്ള അനുവാദം കൊടുത്തിട്ടുള്ള ഇസ്ലാം സ്ത്രീവിരുദ്ധമായ ഇസ്ലാമിക നിയമങ്ങളുടെ ആത്മീയ തലം വിശദീകരിക്കുകയാണ് ഇവിടെ ഉസ്താദ്. എന്ന് പറഞ്ഞാൽ ഒരു ദൈവം തൻ്റെ സൃഷ്ടികളിൽ
ഒരു സൃഷ്ടിയായ ഒരാൾ അവർക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നീ നിന്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് കൽപ്പിക്കും എന്ന് ദൈവവിശ്വാസികളായിട്ടുള്ള ആരെങ്കിലും, നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ സൃഷ്ടികളാണെന്നും എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ സമന്മാരാണ് എന്നും വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവവിശ്വാസി വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിശ്വാസികളോട് ചോദിക്കുകയാണ്, വിശ്വാസികളുടെ സങ്കല്പത്തിനോട് ചേർന്ന് നിന്ന് ഞാൻ ചോദിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്നോട് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ ദൈവം നേരിട്ട് കൽപ്പിക്കുകയല്ല, മുഹമ്മദ് നബി പറഞ്ഞു കൊടുക്കുകയാണ്. മുഹമ്മദ് നബി പറഞ്ഞതായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം മുഹമ്മദ് നബിയുടെ അധ്യാപനമായിട്ട് ഒരു സ്ത്രീ സ്വന്തത്തിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് അവളുടെ ഭർത്താവിന് വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുന്നതിൻ്റെ യുക്തി എന്താണ്? ഇത് ഭർത്താവിനോടുള്ള സ്നേഹവും ബഹുമാനവും അനുസരണയുമാണോ, അതോ ഭർത്താവിന് വേണ്ടിയാണ് സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ എന്ന പുരുഷാധിപത്യ സ്ത്രീവിരുദ്ധ നിലപാട്, അല്ലെങ്കിൽ സ്ത്രീകളെ അടിമകൾക്ക് സമമായി പരിഗണിക്കുന്ന ദൈവിക കാര്യങ്ങളിൽ, പ്രാർത്ഥനകളിൽ പോലും ഭർത്താവിൻ്റെ ഇച്ഛയും ഇഷ്ടവും സൗകര്യവും പരിഗണിക്കണം എന്ന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ ഒരു മതവിധിയാണോ? ഇത് ഇസ്ലാം മതത്തിനകത്തുള്ള വിശ്വാസികളായിട്ടുള്ള പെൺകുട്ടികളാണ് ആലോചിക്കേണ്ടത്, ഉത്തരം പറയേണ്ടതും. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സ്ത്രീ ആദ്യം തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അതിനുശേഷമാണ് തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതെങ്കിലോ ആ പ്രാർത്ഥന ആ സ്ത്രീയുടെ മുഖത്തേക്ക് അള്ളാഹു വലിച്ചെറിയും പോലും. ഇനി ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ നമസ്കരിച്ചു, തനിക്ക് വേണ്ടി ദുആ ചെയ്തു, പിന്നീട് അവളുടെ ഭർത്താവിന് വേണ്ടി അവൾ ദുആ ചെയ്താൽ അവളുടെ നമസ്കാരം അവളുടെ മുഖത്തേക്ക് വലിച്ചെറിയപ്പെടുമത്രേ. അതായത് നിർബന്ധ നമസ്കാരമായിട്ടുള്ള നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കുന്ന സമയത്ത് ആദ്യം സ്വന്തത്തിന് വേണ്ടി ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ, സ്ത്രീകൾ പ്രാർത്ഥിച്ചാൽ, അതായത് ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചതിന് ശേഷമേ സ്ത്രീക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിനു മുമ്പ് ആരെങ്കിലും സ്ത്രീക്ക് വേണ്ടി, ഒരു സ്ത്രീ നിസ്കാരം കഴിഞ്ഞു, ആദ്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, പിന്നീട് അവരുടെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഈ നിസ്കാരം അവരുടെ മുഖത്തേക്ക് അള്ളാഹു വലിച്ചെറിയുമെന്ന് പഠിപ്പിച്ചു കൊടുത്തു പോലും മുഹമ്മദ് നബി. ഈ മുഹമ്മദ് നബി ഇങ്ങനെ ഒരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ഹദീസും ഇങ്ങനെ ഒരു ചരിത്രവും ഇങ്ങനെ ഒരു അധ്യാപനവും മുഹമ്മദിൻ്റെതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ആ മുഹമ്മദ് ഉണ്ടാക്കിയ മതത്തിൽ സ്ത്രീയുടെ സ്ഥാനം എന്താണ് എന്ന് ആ മതത്തിൽ ഇപ്പോഴും നിൽക്കുന്ന മുസ്ലിം സ്ത്രീകളാണ് മറുപടി പറയേണ്ടതും ആലോചിക്കേണ്ടതും. നിങ്ങൾക്ക് വല്ല അറിയാവോ ഇത് സംഭവം? യൂട്യൂബിൽ ഇരുന്ന് കാണുന്നുണ്ട് കേട്ടോ, വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? കാരണം ഈ ഭർത്താക്കന്മാർ പുറത്തു പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ഈ വെയിലും കൊണ്ടിട്ട് ഈ തീച്ചൂളയിൽ കിടന്ന് ത്യാഗം അനുഭവിക്കുന്നത് അവരും വല്ല അറിയുന്നുണ്ടോ? അവർ പൊരയ്ക്കകത്ത് വീട്ടിനകത്തിരിക്കല്ലേ, അവരും തീയുടെ മുന്നിൽ, അടുപ്പിൻ്റെ മുന്നിൽ ഉസ്താദ് നിൽക്കുന്നത്, അവരും പറയും സംഭവം ശരി തന്നെയാണ്, എന്നാൽ ആ തീയായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് കൊടുത്ത ഉപദേശമാണിത്. ആയിഷ, ഒരു ഭാര്യയുടെ കടമയാണത്. അതെന്ത് ചെയ്യണം? നമ്മൾ ആദ്യം സ്വന്തം നഫ്സിന് വേണ്ടി നീ നിന്റെ ഭർത്താവിനോട് ദുആരക്ക്, എന്നിട്ട് നിന്റെ നഫ്സിന് വേണ്ടി ദുആ ചെയ്യും. അങ്ങനെയാണ് നബി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്. അങ്ങനെ തന്നെ ചെയ്യട്ടെ. അപ്പം മുസ്ലിം പെൺകുട്ടികളാണ് ഇനി അങ്ങനെ തന്നെ ചെയ്യണോ, അല്ല വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യണോ, ഇത് ഇസ്ലാമികമാണോ, അല്ല അതിനിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇസ്ലാം അങ്ങേയറ്റം സ്ത്രീവിരുദ്ധമായ മതമാണ് എന്നതിലും ഇസ്ലാം അടിമത്തത്തെ പോലും അനുവദിച്ച മാനവിക വിരുദ്ധമായ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് എന്നതിലും പുതിയ പുതിയ തെളിവുകൾ ഇനിയും ഇവരുടെ തന്നെ വായിലൂടെ പുറത്തു വരിക തന്നെ ചെയ്യും.